നമസ്കാരം. നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനത്തോടെ തുടങ്ങാം. പഴയ സഖാവും പിന്നീട് ബി.ജെ.പിയുടെ ഒളിപ്പോരാളിയും ഗ്രൂപ്പ് പോരിൽ തോറ്റ് പിൻവാങ്ങുകയും ചെയ്ത CK പത്മനാഭനാണ് ഗായകൻ. മോദിയുടെ വരവിൽ തനിക്കും തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിൽ ആരോ എഴുതി എപ്പോഴോ ഇണമിട്ട ഗാനം. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ സിന്ദൂരമാലകൾ. അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദമാണ് കേട്ടെന്നറിയോ? ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ. ആ പാട്ടെങ്ങനെയാ? പാടിയാട്ടെ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ്. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പതകമുയർത്തി, യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഒരു കലാകാരന്മാര് വളരാൻ വിടില്ലല്ലോ. വിരിഞ്ഞ മുകുളങ്ങളിൽ ഒന്നിൽ CKPക്കും ഒരു കസേര നേതാക്കൾ ഒപ്പിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഗ്രസിൽ ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞകൾ നടത്തി പാർട്ടിയുടെ സമ്പൂർണ്ണ ഭരണാധികാരിയാകാനുള്ള പരിപാടികളാണ് VM സുധീരൻ നടപ്പാക്കി വരുന്നത്. മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പോലും ഇതുതന്നെയാണത്രേ പറയുന്നത്. പാലക്കാട് നടന്ന സത്യപ്രതിജ്ഞ സുധീരന്റെ മദ്യവിരുദ്ധ സ്നേഹവും ചില പ്രവർത്തകരുടെ മദ്യസ്നേഹവുമാണ് ശ്രദ്ധേയമാക്കിയത്. ബൂത്ത് പ്രസിഡന്റുമാർ മംഗലം G. സുധീരന് ഗംഭീര വരവേൽപ്പ് തന്നെ നൽകി. മദ്യവർജന കമ്മിറ്റി മദ്യവർജന കമ്മിറ്റി മദ്യവർജന കമ്മിറ്റി മംഗലംജി ഇറങ്ങിയാട്ടെ. ഈ ഗ്രാമത്തിൽ നിന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. ഇനിയും ബഹുദൂരം പോകാനുണ്ട്. പക്ഷേ എടുത്ത തീരുമാനം വളരെ നിർണായകമാണ്. അത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായൊരു മാറ്റത്തിലേക്ക് എത്തിക്കും, നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം അതേക്കുറിച്ച് ഞാൻ പറയുന്നു. ഇത് വന്നപ്പോൾ ഇത് ഞെട്ടിച്ചത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമുള്ള മദ്യ കുത്തകകളെ അല്ല, ലോക മദ്യ കുത്തകകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോക മദ്യ കുത്തകകളെ ആവർത്തിച്ചു ഞെട്ടിക്കാനുള്ള പ്രത്യേക പരിപാടിയാണ് ഇനി. അതിന്റെ മുന്നോടിയായി ആദ്യം സത്യപ്രതിജ്ഞ. ബൂത്ത് പ്രസിഡന്റുമാരുടെ കൈകൾ നീട്ടിപ്പിടിച്ചുള്ള സത്യപ്രതിജ്ഞ. ബൂത്ത് പ്രസിഡന്റുമാരായവർക്കൊരു സത്യപ്രതിജ്ഞ. എല്ലാവരും എണീറ്റ് നിൽക്കുക. ബൂത്ത് പ്രസിഡന്റുമാർ കൈ നേരെ നീട്ടി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സത്യപ്രതിജ്ഞ. ഞാനത് വായിക്കും, നിങ്ങളത് ഏറ്റി ചൊല്ലി ഇതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം പറയട്ടെ. കൈ എല്ലാവരും ബൂത്ത് പ്രസിഡന്റുമാർ കൈ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, എന്തൊരാത്മാർത്ഥത! സത്യപ്രതിജ്ഞ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് ആന്റി ക്ലൈമാക്സ് സംഭവിച്ചത്. സത്യപ്രതിജ്ഞയ്ക്കെത്തിയ വണ്ടികളിൽ ഹാഫും ഫുള്ളും ഒക്കെയായി കണക്കിന് മദ്യവും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും. ഏതോ പാർട്ടി വിരുദ്ധൻ ഇതെല്ലാം കണ്ട് അന്തിച്ച് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു അത്രേ. സുധീരന്റെ മദ്യവിരുദ്ധ പ്രവർത്തനത്തോട് പ്രവർത്തകർ കാണിക്കുന്ന പ്രതികാരം എന്നല്ലാതെ എന്തു പറയാൻ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കോൺഗ്രസിന്റെ ഭരണഘടനയോടും നയപരിപാടികളോടും ആശയങ്ങളോടും ആദർശങ്ങളോടും വിശ്വാസവും കൂറും പുലർത്തുമെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നിവ സംരക്ഷിക്കാൻ എന്നാൽ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും
മൃഗമാക്കും മദ്യമേ മദ്യരെ മൃഗമാക്കും മദ്യമേ ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ മദ്യമേ വിഷമേ വിഷമദ്യമേ മദ്യമേ വിഷമേ വിഷമദ്യമേ. ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. സുധീരൻ ഇങ്ങനെ മദ്യവിരുദ്ധതയിൽ ലയിച്ച് ജനകീയ അടിത്തറ ഉണ്ടാക്കുമ്പോൾ മുൻ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിന്റെ പടത്തലവൻ കൂടിയായി വിരാജിക്കുകയാണല്ലോ ചെന്നിത്തല. ഐ ഗ്രൂപ്പുകാർ എവിടെ പരിപാടി വെച്ചാലും ഉമ്മൻചാണ്ടിയേക്കാൾ പ്രാമുഖ്യം ചെന്നിത്തലയ്ക്കാണ്. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കെ സുധാകരനും സുരേന്ദ്രനും കൂടി തട്ടിക്കൂട്ടിയ ശാന്തിയാത്രയുടെ ഉദ്ഘാടകനായി അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയെ നിശ്ചയിച്ചത്. കരുണാകരന്റെ പിൻഗാമിയല്ലേ, വൻ ജനക്കൂട്ടം പ്രസംഗം കേൾക്കാനെത്തും എന്നൊക്കെയാണ് ജനം പ്രതീക്ഷിച്ചത്. ചെന്നിത്തല വാഗീറി പ്രസംഗിച്ചെങ്കിലും ഒഴിഞ്ഞുകിടന്ന കസേരകൾ അന്തിച്ചിരുന്നുപോയി. നാളെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ രാവിലെ 6:30 മണിക്ക് പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിക്കാൻ നിർബന്ധിതനാകുന്നത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കാതിരിക്കാനുള്ള നടപടികളാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സംവിധാനമാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിരവധി രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ ജനങ്ങളോട് പറയാനുള്ള അവസരങ്ങളുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ ആശയഗതികൾക്കനുസരിച്ച് ജനങ്ങളെ അണിനിർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൂർണ്ണമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് രാഷ്ട്രീയ കക്ഷികൾ അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും പാത സ്വീകരിക്കുന്നത് ഒരിക്കലും അഭികാമ്യമായ ഒരു കാര്യമല്ല. രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്നത് ബോംബും കഠാരിയുമായിട്ടല്ല, ആശയപരമായ പഠനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ ജനങ്ങളുടെ ആഭിമുഖ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട പ്രധാന പ്രകടനമാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ആ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ഈ ശാന്തി യാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കസേരകൾക്ക് ജീവനില്ലാത്തത് ചെന്നിത്തലയുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ അതും കൂടി എഴുന്നേറ്റ് പോയനെ എന്നാണ് എ ഗ്രൂപ്പുകാർ പിറുപിറുക്കുന്നത്. എന്തായാലും ചെന്നിത്തലയുടെ പ്രസംഗത്തിന് പിന്നാലെ സുധാകരന്റെ ശാന്തിയാത്ര കടന്നു വന്നു. ശാന്തിയാത്രയും ആത്മപ്രശംസയും ഒരിടവേള കഴിഞ്ഞ് എന്റെ ജീവൻ രക്ഷിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് അടക്കം എനിക്ക് നൽകിയ എന്റെ ഗൺമേൻ വെടിവെച്ചപ്പോ നാൽപ്പാടി വാസു മരിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. ഞാൻ അദ്ദേഹത്തിന്റെ ചെകിട്ടത്തൊരടി കൊടുത്ത് ഞാൻ ചോദിച്ചു, നീ എന്തിനടാ വെടിവെച്ചത് എന്ന്. ഫ്രാങ്കിനെ അവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞോ? പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ.